ഈ പ്രഭാതത്തിൽ ദിവസത്തിലേക്ക് അടുത്തു വരുവാൻ സർവകൃപാലുവ ദൈവം നമ്മെ വീണ്ടും സഹായിച്ചല്ലോ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വിശ്വസ്തതകൾക്കായി നമുക്ക് കർത്താവിന് വീണ്ടും സ്തോത്രം ചെയ്യാം. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ നല്ല നിമിഷങ്ങളെ ഓർത്ത് കർത്താവിന് ഞങ്ങൾ ഒരിക്കൽ കൂടി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഉയർപ്പിന്റെ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് വീണ്ടും അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ അയച്ചവട്ടത്തിന്റെ ഒന്നാം നാൾ സത്യത്തിൽ ആത്മാവിലും ആദിമ മാതാപിതാക്കൾ ദൈവത്തെ സ്തുതിച്ചതുപോലെ ായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്ന പിതാവേ, കേൾക്കുമാറാകണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പാട്ടുകൾ പാടി കർത്താവിനെ സ്തുതിക്കാം. കർത്താവ് പാസ്റ്റർ ഫെബിനും പ്രിയ ബിസി സിസ്റ്ററും പാട്ടുകൾ പാടി ഇന്ന് രാവിലെ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ.
ഇന്ന് രാവിലെ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ആരോ ഈ രാവിലെ ഭാരത്തോടെ ഭയപ്പാടോടെ നാളുകളെ നോക്കി നെടുവീർപ്പോടെ വിഷമിക്കുന്ന ആരോടോ ദൈവാത്മാവിൽ ഇന്ന് രാവിലെ പറയുവാനുള്ളത്, ഞാൻ ഇമ്മാനുവേൽ, ഹല്ലേലൂയ, ഞാൻ ആൽഫ, ഞാൻ ഒമേഗ, ഞാൻ ആദ്യം, ഞാൻ അന്ത്യൻ,
ഞാൻ ഒരിക്കലും ഞാൻ നിന്നെ കൈവിടുന്ന ദൈവമല്ല. ഞാൻ ഇമ്മാനുവേൽ, ഞാൻ നിന്നോട് കൂടി ഇരിക്കുന്ന ദൈവമാണ്. ഞാൻ നിന്നെ വഴി നടത്തുന്ന ദൈവമാണ്. ഞാൻ യഹോവ ജൈരിയാണ്. ഞാൻ നിന്നെ കരുതുന്ന ദൈവമാണ്. ഞാൻ യഹോവ എൽ ശദ്ദായി ആണ്. ഞാൻ സർവശക്തനായ ദൈവമാണ്. എന്നാൽ കഴിയാത്ത കാര്യം വല്ലതും ഉണ്ടോ? ഇന്ന് രാത്രി രാവിലെ ദിവസത്തിൽ കടന്നു വന്നിരിക്കുന്ന ദൈവം ഇതിലേ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. നിന്റെ ജീവിതത്തിൽ പലതും അസാധ്യമായിട്ട് ഇന്ന് പകലുണ്ടെങ്കിലും ഈ രാവിലെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. അവൻ നിന്നെ വഴി നടത്തുവാൻ അവൻ നിന്നെ ഇന്ന് രാവിലെ ശക്തനായ ദൈവമത്രേ. ഓ ഇന്ന് രാവിലെ ആത്മസാന്നിധ്യം അനുഭവിക്കുന്ന ദൈവമക്കൾ ചില നിമിഷങ്ങൾ കൂടി അഗ്രഹങ്ങൾ തുറന്ന് നിങ്ങൾ ഇരിക്കുന്ന റൂമുകളിൽ ഇരുന്ന് അല്ലെങ്കിൽ വാഹനങ്ങളിൽ ഇരുന്ന് ദൈവത്തെ ചില നിമിഷങ്ങൾ കൂടി ഒന്ന് സ്തുതിച്ചാട്ടെ. ഓ ഹല്ലേലൂയ. ഈ രാവിലെ ഉയർത്തുവാൻ കഴിയുന്ന നാമം യേശുവിന്റെ നാമം മാത്രമാണല്ലോ. ഈ രാവിലെ പുതുക്കുവാൻ കഴിയുന്ന നാമം യേശുവിന്റെ നാമമാണല്ലോ. സകല ഭൂസിമാവാസികളുമായുള്ളവരെ ഹല്ലേലൂയ. ഇന്ന് രാവിലെ ഉയർത്തുവാൻ കഴിയുന്ന നാമത്തെ ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് ഉയർത്താം. ഓ ഓ ഹല്ലേലൂയ ഹല്ലേലൂയ. സരാഫുകൾ രണ്ടുകൊണ്ട് പാദം മൂടി, രണ്ടുകൊണ്ട് പറഞ്ഞതെന്ന് രണ്ടുകൊണ്ട് മുഖം മൂടി സൈനികരുടെ പരിശുദ്ധൻ 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 എന്ന് ആർത്ത് സ്തുതിക്കുന്നത് പോലെ ഇന്ന് രാവിലെ നമുക്ക് അവനെ സ്തുതിക്കുമോ? അവന്റെ നാമത്തെ ഉയർത്താൻ, അവന്റെ നാമത്തെ ഇവിടെ ഉയർത്തപ്പെടുന്നു, അവന്റെ നാമം ഇവിടെ ഉയരപ്പെടുന്നു. അവിടെ വിടുതൽ സംഭവിക്കുമല്ലോ. അവന്റെ നാമം ഇവിടെ ഉയരപ്പെടുന്നു. അവിടെ സൗഖ്യങ്ങൾ സംഭവിക്കുമല്ലോ. അവിടെ അവന്റെ നാമം ഇവിടെ ഉയരപ്പെടുന്നു. അവിടെ ദൈവപ്രവൃത്തി രാവിലെ വെളിപ്പെടുമല്ലോ. നിരാശകൾ വഴിമാറുമല്ലോ. പ്രതീക്ഷകൾ വരുമെന്ന് രാവിലെ യേശുവിന്റെ നാമത്തിൽ നിരാശകൾ വഴിമാറട്ടെ. വാഗ്ദത്തങ്ങൾ യേശുവിന്റെ നാമത്തിൽ യാഥാർത്ഥമായി തീരട്ടെ. ഓ ഹല്ലേലൂയ. പിതാവേ, ഈ നല്ല നിമിഷങ്ങൾക്കായി ഞങ്ങൾ സ്തോത്രം. ഞങ്ങളുടെ വലിയ സാന്നിധ്യം രാവിലെ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ വിരമിക്കപ്പെട്ട തിരു സാന്നിധ്യം ഇന്ന് രാവിലെ ഞങ്ങളുടെ മേൽ അങ്ങ് ചുറ്റിയിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. നിരാശയോടെ ഭാരത്തോടെ ഞങ്ങളുടെ തിരുസലിൽ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ മേൽ അത്യന്തമായ ദൈവശക്തിയുടെ ഒരു വിടുതൽ, ആത്മാവിന്റെ വലിയ സാന്നിധ്യം ഇന്ന് രാവിലെ അവർ അനുഭവിച്ചറിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. അനേക വിഷയങ്ങൾ ഞങ്ങൾക്ക് ഇന്ന് രാവിലെ ദിവസത്തിൽ പ്രാർത്ഥിക്കുവാനുണ്ടല്ലോ. രോഗികളായിരിക്കുന്ന നിന്റെ കുഞ്ഞുങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവകൃപാല ദൈവം അവരുടെ ജീവിതത്തിന്മേൽ വിടുതലുകൾ പകരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ ചുവൻകരകളിൽ പീഡനം അനുഭവിക്കുന്ന കർത്താവിന് വേണ്ടി രക്തസാക്ഷികളായിത്തീരുന്ന അനേക ദൈവമക്കൾ, ദൈവദാസന്മാർ, അവരെ ഞങ്ങൾ ഇന്ന് രാവിലെ ഒരിക്കൽ കൂടി ഓർക്കുന്ന പിതാവേ. അവരൊക്കെ ദൈവം വീണ്ടും ശക്തീകരിച്ച് ബലപ്പെടുത്തി നിലനിർത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാവിലെ ദൈവകരം നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ സ്വർഗം വീണ്ടും അങ്ങ് വെളിപ്പെടുത്തണമേ. തുടർന്ന് ഞങ്ങൾ അങ്ങയുടെ വചനത്തിന് മുൻപിലേക്ക് കടന്നു വരുമ്പോൾ ഈ വചനം എഴുതപ്പെട്ട അതേ ആത്മാവിനാൽ ഇന്ന് രാവിലെ ഒരിക്കൽ കൂടി സംസാരിക്കുവാൻ അടിന്റെ നാവുകളെ പരിശുദ്ധാത്മാവ് വീണ്ടും ഒരുക്കുകയും സഹായിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു പിതാവേ, കേൾക്കുമാറാകണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. മനോഹരമായ നല്ല നിമിഷങ്ങളെ ഓർത്ത് ഈ പ്രഭാതത്തിൽ കർത്താവിന്റെ ഒരിക്കൽ കൂടെ സ്തോത്രം ചെയ്യുന്നു. മഹാദൈവത്തിന്റെ തിരുസാന്നിധ്യം ഇന്ന് രാവിലെ നമ്മുടെ നടുവിൽ സ്വർഗം വിരിച്ചിട്ടുണ്ടല്ലോ. അവന്റെ സാന്നിധ്യത്തിന്റെ മഹത്വം നമ്മൾ ഒരുമിച്ച് അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന പാട്ടുകൾ കൂടെ, തുടർന്ന് ദൈവവചനത്തിൽ കൂടെ ആത്മാവിന് ഇന്ന് രാവിലെ നമ്മോട് സംസാരിക്കുവാനുണ്ടല്ലോ. ഈ രാവിലത്തെ ചിന്തകൾ നമ്മുടെ ആത്മമനുഷ്യനത് വിടുതലായി നിഗ്രഹമായി തീരേണ്ടതിന് നമുക്ക് വലിയ ഏകാഗ്രതമായ മനസ്സോടെ ഇന്ന് രാവിലെ ദിവസം ഇരിക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഓരോരുത്തരോടും ഇന്ന് രാവിലെയും സംസാരിക്കും. ആത്മാവിനെ സംസാരിക്കുവാൻ ഒറ്റ നിയന്ത്രണമേ ഉള്ളൂ. അത് നമ്മുടെ മനസ്സിനെ, നമ്മുടെ ഹൃദയത്തെ ഇന്ന് രാവിലെ കുരുടാക്കിയാൽ, മനസ്സിനെ അടച്ചു കളഞ്ഞാൽ, ഹൃദയത്തെ കഠിനപ്പെടുത്തിയാൽ ദൈവാത്മാവിനെ സംസാരിക്കുവാൻ കഴിയത്തില്ല. എന്നാൽ തുറക്കപ്പെട്ട ഹൃദയങ്ങൾ എവിടെയൊക്കെയുണ്ടോ അവിടെയൊക്കെ ആത്മാവ് ഇന്ന് രാവിലെയും സംസാരിക്കും. തുറക്കപ്പെട്ട ലുദിയോട് പരിശുദ്ധാത്മാവ് പൗലോസിലൂടെ സംസാരിച്ചതുപോലെ ഇന്ന് രാവിലെ തുറക്കപ്പെട്ട ഹൃദയങ്ങളോട് ആത്മാവിന് സംസാരിക്കുവാനുണ്ട്. വചനം അത് വിടുതലായി അനുഗ്രഹമാണ്, സൗഖ്യമാണ്. അത് വിടുതലായി ഇന്ന് രാവിലെ അത് സംഭവിക്കട്ടെ എന്ന് ആത്മാവിൽ ഞാൻ ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു.
ഈ രാവിലത്തെ ദൈവവചന പഠനത്തിനായി ബുക്ക് ഓഫ് ഏഷ്യ പ്രവാചകന്റെ പുസ്തകം 51 അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ബുക്ക് ഓഫ് ഏഷ്യ ചാപ്റ്റർ 51 വേഴ്സ് നമ്പർ 9. ഞാൻ ഇപ്രകാരം വായിക്കച്ചില്ലോ അധിക വാക്യങ്ങൾ ഇന്ന് രാവിലെ വായിക്കും. ഈ പറയുന്ന ചിന്തകൾ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ യൂട്യൂബിലൂടെ ആയതുകൊണ്ട് തന്നെ വളരെ ലളിതമായി നമുക്ക് അത് ശ്രദ്ധിക്കുവാനും അത് ഗ്രഹിക്കുവാനും കഴിയും. അതുകൊണ്ട് തന്നെ ചില വാക്യങ്ങൾ കൂടുതൽ വായിക്കും. അത് ശ്രദ്ധിക്കുമ്പോൾ ഈ രാവിലത്തെ വചനം അത് പരിശുദ്ധാത്മാവ് തന്നെ വചനം കൊണ്ട് വ്യാഖ്യാനിച്ച് ഈ രാവിലെ മനസ്സിലാക്കുവാൻ ദൈവം നമ്മെ സഹായിക്കും. ബുക്ക് ഓഫ് ഏഷ്യ ചാപ്റ്റർ 51 വേഴ്സ് നമ്പർ 9 ഇപ്രകാരം വായിക്കുന്നു. ഞാൻ തന്നെ വായിക്കാം. യഹോവയുടെ ഭുജമേ ഉണരുക, ഉണരുക, ശക്തി ധരിച്ചു കൊള്ളുക, പൂർവ്വകാലത്തും പണ്ടത്തെ തലമുറകളിൽ എന്ന പോലെ ഉണ്ടുക. രഹബിനെ വെട്ടി മഹാസർപ്പത്തെ കുത്തിക്കളഞ്ഞത് നീ അല്ലയോ. സ്തോത്രം. അല്പം വായിക്കുമ്പോൾ കഠിനകരമെന്ന് തോന്നുന്ന ഒരു പദമാണ് ഇവിടെ വായിക്കുവാൻ ഇടയായിത്തീർന്നത്. യെശയ്യാ പ്രവാചകൻ ഒരു പ്രവചനമാണ് ഇവിടെ പറയുന്നത്. എന്ത് പ്രവചനമാണ് പറയുന്നത്? പ്രവചനം പറയുന്നത് ആരോടാണ് എന്ന് ആ വാക്യത്തിൽ കാണുന്നു. യഹോവയുടെ ഭുജത്തോട് പറയുകയാണ്. ദി ആം ഓഫ് ഗോഡ്. യഹോവയുടെ ഭുജമേ നീ ഉണരുക, നീ ഉണരുക. എന്തിനു ഉണരണം? നീ ശക്തി ധരിക്കണം. എന്തുകൊണ്ട്? പൂർവ്വകാലത്തും പണ്ടത്തെ തലമുറകളിലും എന്ന പോലെ നീ ഉണരണം. എന്തിന്? രഹബിനെ വെട്ടി മഹാസർപ്പത്തെ നീയല്ലേ തകർത്ത് കളഞ്ഞത്. സ്തോത്രം. അപ്പോൾ യഹോവയുടെ ഭുജത്തോട് പറയുകയാണ് നീ ഉണരണം. പ്രൈസ് ദി ലോർഡ്. ഇതൊരു പ്രവചന വാക്യമാണ്. പ്രവചനാത്മാവിൽ യെശയ്യാവ് യഹോവയുടെ ഭുജത്തോട് വീണ്ടും പറയുകയാണ് നീ ഉണരണമെന്ന് പറയുകയാണ്. സ്തോത്രം. ആ വാക്യത്തിന്റെ പശ്ചാത്തലങ്ങൾ നമ്മൾ വിശുദ്ധീകരിച്ചിട്ട് ആ ദൂതിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്തോത്രം. ഇവിടെ കാണുകയാണ് യഹോവയുടെ ഭുജം ഉണർന്നത്. അവിടെ എഴുതിയിട്ടുണ്ട് അത് ഉണർന്നത് പൂർവ്വകാലത്താണ് ഉണർന്നത്. പൂർവ്വകാലം. അപ്പോൾ പൂർവ്വകാലം ബൈബിൾ പഠിക്കുകയാണെങ്കിൽ മനുഷ്യന്റെ ചരിത്ര കാലഘട്ടത്തിൽ അല്ലെങ്കിൽ മനുഷ്യന്റെ ചരിത്രത്തെ 5 കാലഘട്ടങ്ങളായിട്ടാണ് നമുക്ക് തിരിക്കുവാൻ കഴിയുന്നത്. സ്തോത്രം. അപ്പോൾ അതിലൊരു കാലഘട്ടമാണ് പൂർവ്വകാലഘട്ടം. ആ കാലഘട്ടം ആവർത്തന പുസ്തകം 4-ാം അധ്യായം അതിന്റെ 32-ാമത്തെ വാക്യം. ആവർത്തന പുസ്തകം 4-ാം അധ്യായം അതിന്റെ 32-ാമത്തെ വാക്യം വായിച്ചാട്ടെ. സ്തോത്രം. ദൈവം മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ച നാൾ മുതൽ നിനക്ക് മുമ്പുണ്ടായ പൂർവ്വകാലത്തിലും ആകാശത്തിന്റെ ഒരറ്റം തുടങ്ങി മറ്റേ അറ്റത്തോളം എവിടെയെങ്കിലും ഇങ്ങനെയുള്ള മഹാകാര്യം നടന്നിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അപ്പോൾ ഇവിടെ പറയുകയാണ് പൂർവ്വകാലഘട്ടം എന്ന് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന 4-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യത്തിൽ കർത്തദാസൻ വായിച്ച വാക്യം ഇപ്രകാരമാണ്. ദൈവ മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ച നാൾ മുതൽ. അപ്പോൾ ഏതന്യ കാലഘട്ടം മുതൽ സ്തോത്രം നിനക്ക് മുൻപുണ്ടായിരുന്ന പൂർവ്വകാലത്തിൽ സ്തോത്രം ആ കാലഘട്ടത്തിന്റെ അന്ത്യം എവിടെയായിരുന്നു എന്ന് ആവർത്തന പുസ്തകമാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മോശയോടാണ് ഈ വസ്തുതകൾ കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ മോശയുടെ കാലഘട്ടം വരെ എന്ന് നമുക്ക് പറയുവാൻ കഴിയും. ഏതെന്യ കാലഘട്ടം മുതൽ അല്ലെങ്കിൽ ആദാമ്യ കാലഘട്ടം മുതൽ മനുഷ്യരാശി ഭൂമിയിൽ ഉടലെടുത്ത കാലഘട്ടം മുതൽ മോശയുടെ കാലഘട്ടം വരെ ഉണ്ടായിരുന്ന 1-ാമത്തെ കാലഘട്ടമാണ് പൂർവ്വകാലഘട്ടം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി ഈ രാവിലെ വചനം പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി മറ്റു 4 കാലഘട്ടങ്ങൾ കൂടി ഉണ്ട്. വേഗത്തിൽ ഞാൻ പറയാം. സ്തോത്രം. മോശയുടെ കാലഘട്ടം കഴിഞ്ഞ അടുത്ത കാലഘട്ടം ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിലാണ് അടുത്ത കാലഘട്ടത്തെ കുറിച്ച് കാണുവാൻ കഴിയുന്നത്. അതിപ്പോൾ വായിക്കും. ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും കാലം യോഹന്നാൻ വരെ ആയിരുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ മോശയുടെ കാലഘട്ടം ഏത്? ന്യായപ്രമാണ കാലഘട്ടം. ന്യായപ്രമാണ കാലഘട്ടം മോശയുടെ കാലഘട്ടം തൊട്ട് തുടങ്ങുകയാണ്. അത് പ്രവാചകന്മാരുടെ കാലഘട്ടത്തിലൂടെ തുടർന്ന് യോഹന്നാൻ സ്നാപകൻ എന്ന പ്രവാചകനിൽ അവസാനിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞു 1-ാമത്തെ കാലഘട്ടം ആദാം മുതൽ സ്തോത്രം മോശ വരെയുള്ള കാലഘട്ടം പൂർവ്വകാലഘട്ടം. 2-ാമത്തെ കാലഘട്ടം ഇവിടെ പറഞ്ഞു ന്യായപ്രമാണ കാലഘട്ടം മുതൽ അല്ലെങ്കിൽ മോശ മുതൽ സ്തോത്രം യോഹന്നാൻ സ്നാപകൻ വരെയുള്ള കാലഘട്ടമാണ് 2-ാമത്തെ കാലഘട്ടം അല്ലെങ്കിൽ ന്യായപ്രമാണ കാലഘട്ടം എന്ന് പറഞ്ഞാൽ. അടുത്തൊരു കാലഘട്ടമുണ്ട് നാമായിരിക്കുന്ന കാലഘട്ടമാണ്. ആ കാലഘട്ടത്തെ കുറിച്ച് സ്തോത്രം ദൈവവചനം എന്ന് പറയുന്നു. അത് 2 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു. പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി
രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു എന്ന സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഇതത്രേ സുപ്രസാദ കാലഘട്ടം. സ്തോത്രം. ആ പദം അങ്ങനെയാണ് തുടങ്ങുന്നത് അല്ലേ? സ്തോത്രം. അങ്ങനെ ഇപ്പോഴാകുന്നു സുപ്രസാദ കാലഘട്ടം. അങ്ങനെയാണെങ്കിൽ നാം ആയിരിക്കുന്ന ഈ കാലഘട്ടത്തെ ഇത് കൃപായുഗം എന്ന യുഗങ്ങളിൽ 7 യുഗങ്ങളായി പഠിക്കാമെങ്കിൽ കാലഘട്ടത്തെ സ്തോത്രം പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഇത് സുപ്രസാദ കാലഘട്ടമാണ്. സ്തോത്രം. ഇത് രക്ഷാ കാലഘട്ടമാണ്. ഇത് സുപ്രസാദ കാലഘട്ടമാണ്. നാം ആയിരിക്കുന്ന ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത ഇത് രക്ഷാ കാലഘട്ടം, സുപ്രസാദ കാലഘട്ടം, സ്തോത്രം എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ ഇനിയും വരുവാൻ പോകുന്ന ഒരു കാലഘട്ടമുണ്ട്. സ്തോത്രം. അതെപ്പോഴാന്ന് ചോദിച്ചാൽ സ്തോത്രം ദൈവസഭ ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ട് മഹോത്തര ഒരു കാലഘട്ടം ഈ ഭൂമിയിലേക്ക് സംഭവിക്കുവാൻ പോകുകയാണ്. ആ കാലഘട്ടത്തെ കുറിച്ച് യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 7-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു. ആ വാക്യം കൂടെ വായിച്ചാൽ ആ നാൾ പോലെ വേറെ ഇല്ലാതെ വണ്ണം അത് വലുതായിരിക്കുന്നു കഷ്ടം, അത് യാക്കോബിന് കഷ്ടകാലം തന്നെ. അങ്ങനെയാണെങ്കിൽ സ്തോത്രം ഈ ഇപ്പോൾ ആയിരിക്കുന്ന സുപ്രസാദ കാലഘട്ടം അവസാനിക്കുന്നത് തെസ്സലോനിക്ക ലേഖനത്തിൽ അവിടെ പറയുന്നുണ്ട് പരിശുദ്ധാത്മാവ് ഈ സഭയെ കൊണ്ട് സ്തോത്രം മധ്യാകാശത്തിൽ എടുത്തതിന് ശേഷം ഈ ഭൂമിയിൽ സംഭവിക്കുവാൻ പോകുന്ന കാലഘട്ടമാണ് യാക്കോബിന്റെ കഷ്ടകാലം. പ്രൈസ് ദി ലോർഡ്. ആ കാലഘട്ടം അത് വലിയ കഷ്ടകാലമാണ്. അത് വലിയ കഷ്ടത നിറഞ്ഞ കാലഘട്ടമാണ്. ഈ സ്തോത്രം ഇതുവരെ നാം അനുഭവിക്കാത്ത വലിയ മഹോത്തരവത്തിലൂടെ ഈ സ്തോത്രം ഈ ലോകം കടന്നു പോകുമെന്ന് സ്തോത്ര പുസ്തകം പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ കോവിഡിനേക്കാൾ ഇന്ന് നാം അനുഭവിക്കുന്ന കഷ്ടതയേക്കാളൊക്കെ തീവ്രമായ വലിയ മഹാപീഡനങ്ങളിലൂടെ 7 വർഷം ഈ ഭൂമി കടന്നു പോകുവാൻ പോകുകയാണ്. എന്നാൽ ആ സമയത്ത് ദൈവസഭ മണവാട്ടി സഭ കർത്താവിനോട് ഒരുമിച്ച് സ്തോത്ര മധ്യാകാശത്തിലായിരിക്കുമെന്ന് തിരുവചനത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിക്കുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞത് 4ാമത്തെ ഒരു കാലഘട്ടമാണ്. ഇനിയും ഒരു കാലഘട്ടം കൂടിയുണ്ട്. അതിന് ശേഷമുള്ള ഒരു കാലഘട്ടം സ്തോത്രം വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിലാണ് കാണുവാൻ കഴിയുന്നത്. ആ വാക്യം കൂടി വായിച്ചാൽ ഒരു ദൂതൻ അഗാധത്തിന്റെ താക്കോലും ഒരു വലിയ ചെങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ പിശാചും സാത്താനും എന്നുള്ള പണിയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ചു 1000 ആണ്ടേക്ക് ചെങ്ങലയിട്ടു. അങ്ങനെയാണെങ്കിൽ സ്തോത്രം പ്രൈസ് ദി ലോർഡ് 1000 ആണ്ട് കാലഘട്ടം ഈ മഹോദ്രവത്തിന് ശേഷം യാക്കോബിന്റെ കഷ്ടകാലത്തിന് ശേഷം ഈ ഭൂമിയിൽ സംഭവിക്കുവാൻ പോകുകയാണ് 1000 ആണ്ട് കാലഘട്ടം. 1000 ആണ്ട് കാലഘട്ടത്തിൽ സംഭവിക്കുവാൻ പോകുന്നത് ഈ ഭൂമിയിൽ യേശു കർത്താവ് രാജാവായി ഭരിക്കുവാൻ പോകുകയാണ്. അവനോട് ഒരുമിച്ച് മണവാട്ടി സഭയായി നമ്മൾ ഈ ഭൂമിയെ ഭരിക്കുമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ ഇടയായിത്തീർന്നു. സ്തോത്രം. അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോൾ പുസ്തകം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഇനി കാലങ്ങളില്ല, കാലം തീർന്നു. സ്തോത്രം. പുതിയ ആകാശം പുതിയ ഭൂമി പ്രത്യക്ഷമാകുകയാണ്. അങ്ങനെയാണെങ്കിൽ മനുഷ്യ ചരിത്രത്തെ മനുഷ്യ കാലഘട്ടത്തെ 5 കാലഘട്ടങ്ങളായിട്ടാണ് ഈ പുസ്തകത്തിൽ നമ്മൾ ഇപ്പോൾ പഠിച്ചത്. സ്തോത്രം. ഇനി തിരുവചനത്തിലേക്ക് നമ്മൾ മടങ്ങി വരികയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ 51-ാം അധ്യായത്തിൽ അവിടെ കണ്ടു സ്തോത്രം യഹോവയുടെ ഭുജത്തോട് ഉണരുവാൻ പറഞ്ഞ കാലഘട്ടത്തിന്റെ പ്രത്യേകത അത് പൂർവ്വകാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു അതേ തന്നെ കാലഘട്ടമായിരുന്നു. അല്ലെങ്കിൽ ആദാമി കാലഘട്ടം മുതൽ മോശയുടെ കാലഘട്ടം വരെയുള്ള ഒരു കാലഘട്ടത്തെയാണ് ആ പൂർവ്വകാലഘട്ടം എന്ന് ഈ പുസ്തകം പഠിപ്പിക്കുന്നത്. സ്തോത്രം. ആ പൂർവ്വ കാലഘട്ടത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് പറയുന്നതിന് മുൻപ് സ്തോത്രം അടുത്ത ഒരു സ്തോത്ര കാര്യം കൂടി ഇവിടെ വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. യഹോവയുടെ ഭുജം എന്ന ഒരു പദം നമുക്കിവിടെ കാണുകയാണ്. വചനം കൊണ്ട് നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ എന്താണ് യഹോവയുടെ ഭുജം എന്നാണ് നമ്മൾ അടുത്തത് മനസ്സിലാക്കുവാൻ പോകുന്നത്. യഹോവയുടെ ഭുജം എന്താണെന്ന് ബുക്ക് ഓഫ് യെശയ്യാ പ്രവാചകൻ തന്നെ ഈ പുസ്തകത്തിലൂടെ പറയുന്നത് ചില വാക്യങ്ങളിൽ കൂടെ നമുക്കൊന്ന് വ്യക്തമാക്കാം. ആദ്യമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം അതിന്റെ 30-ാമത്തെ വാക്യത്തിൽ 1-ാമത് ആ പദം നമ്മൾ പറയുന്നുണ്ട്. നമുക്ക് അത് വായിക്കാം. യഹോവ തന്റെ മഹത്വമുള്ള മേഘനാദം കേൾപ്പിക്കുകയും ഉഗ്രകോപത്തോടും ദഹിപ്പിക്കുന്ന അഗ്നിജാലയോടും കൊടുങ്കാറ്റും മഴക്കോൾ കന്മഴ എന്നിവയോടും കൂടെ തന്റെ ഭുജത്തിന്റെ
അവതരണം കാണിക്കുകയും ചെയ്യും. സ്തോത്രം. ഭുജത്തിന്റെ അവതരണം കാണിക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഭുജത്തിന്റെ അവതരണം കാണിക്കുകയും ചെയ്തു. സ്തോത്രം. അല്ലെങ്കിൽ ഒരു വാക്കിൽ ഞാൻ അതിനെ ഇങ്ങനെ വ്യാഖ്യാനിക്കാൻ ആഗ്രഹിക്കുകയാണ്. അവതരിച്ച ഭുജം എന്ന് ഞാൻ അതിനെ മലയാളത്തിൽ വ്യാഖ്യാനിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇംഗ്ലീഷിൽ അതിന്റെ തർജ്ജമയ്ക്ക് അല്പം വ്യത്യാസമുണ്ടെങ്കിലും മലയാളത്തിൽ ഞാൻ ഇങ്ങനെ പറയാം, അവതരിച്ച ഭുജം എന്ന് ഞാൻ അതിനെ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. എന്നാൽ അടുത്തൊരു പദം അതിനെക്കുറിച്ച്, ആ ഭുജത്തെ കുറിച്ച് പറയുന്ന മറ്റൊരു പദം കൂടെ വായിക്കാം. 52-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. 52-ാം അധ്യായം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 52-ന്റെ 10-ാമത്തെ വാക്യം. സകല ജാതികളും കാണുക, യഹോവ തന്റെ വിശുദ്ധ ഭുജത്തെ നഗ്നമാക്കിയിരിക്കുന്നു. ഓക്കേ, അവിടുത്തെ ഡെഫിനിഷൻ കൃത്യമാണ്. സകല ജാതികളും കാണുക, യഹോവ തന്റെ ഭുജത്തെ നഗ്നമാക്കിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒറ്റ വാക്കിൽ പറയാം, നഗ്നമാക്കപ്പെട്ട ഭുജം. നമ്മൾ മുമ്പ് പറഞ്ഞു, 30-ാം അധ്യായത്തിൽ പറഞ്ഞു അവതരിച്ച ഭുജം. ഇവിടെ പറയുന്നു നഗ്നമാക്കപ്പെട്ട ഭുജം. സ്തോത്രം. അടുത്ത പദം പറയാം, 59-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം. യെശയ്യാ പ്രവാചകൻ 59-ന്റെ 16-ാമത്തെ വാക്യം. ആരുമില്ലെന്ന് അവൻ കണ്ട് പക്ഷവാദം ചെയ്യുവാൻ ആരുമില്ലാകിയാൽ ആശ്ചര്യപ്പെട്ടു. അതുകൊണ്ട് അവന്റെ ഭുജം തന്നെ അവന് രക്ഷ വരുത്തി. പ്രൈസ് ദി ലോർഡ്. അവന്റെ ഭുജം തന്നെ അവന് രക്ഷ വരുത്തി. ആരുമില്ലാതെ വന്നപ്പോൾ അവന്റെ ഭുജം തന്നെ അവന് രക്ഷ വരുത്തി. അങ്ങനെയാണെങ്കിൽ ഒറ്റ വാക്യത്തിൽ ഞാൻ പറയാം, രക്ഷ വരുത്തിയ ഭുജം, രക്ഷ വരുത്തിയ ഭുജം. പ്രൈസ് ദി ലോർഡ്. അവന്റെ ഭുജം തന്നെ അവന് രക്ഷ വരുത്തിയ ഭുജം. അടുത്തൊരു വാക്യം കൂടെ വായിക്കാം. 40-ാം അധ്യായത്തിന്റെ 40-ാമത്തെ വാക്യം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ന്റെ 40-ാമത്തെ വാക്യം. 40-ന്റെ സ്തോത്രം. 40-ാം അധ്യായത്തിന്റെ സ്തോത്രം. അവിടെ ഒരു പദം ഇപ്രകാരം കാണുന്നത് ഇപ്രകാരമാണ്. സ്തോത്രം. അവിടെ ഭരണം നടത്തുന്ന ഭുജം എന്ന ഒരു പദം നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ആ പദം 26-ാമത്തെ വാക്യമാണ്. 26-ാമത്തെ വാക്യം. സ്തോത്രം. നിങ്ങൾ കണ്ണു മേലോട്ട് ഉയർത്തി നോക്കുവിൻ, ഇവയെ സൃഷ്ടിച്ചതാ അവൻ അവയുടെ സൈന്യത്തെ സംഖ്യാക്രമത്തിൽ പുറപ്പെടുവിക്കുകയും അവയെല്ലാം പേർച്ചൊല്ലി വിളിക്കുകയും ചെയ്യുന്നു. അവന്റെ വീര്യമാഹാത്മ്യം നിമിത്തം, അവന്റെ ശക്തിയുടെ ആധിക്യം നിമിത്തം അവയിലൊന്നും കുറഞ്ഞു കാണുകയില്ല. Praise the Lord. സ്തോത്രം. Praise the Lord. Hallelujah. അവിടെ മറ്റൊരു പദം ഞാൻ കണ്ടത്, സ്തോത്രം, ഭരണം നടത്തുന്ന ഭുജം എന്ന ഒരു പദം നമ്മൾ കാണുവാനിടയായി തീർന്നു. സ്തോത്രം. ആ വാക്യം എന്റെ കയ്യിൽ നിന്ന് മിസ്സായി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഭരണം നടത്തുന്ന ഭുജം എന്ന ഒരു ചിന്ത നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ടായിരുന്നു. സ്തോത്രം. 40-ാം അധ്യായത്തിലാണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സ്തോത്രം. നിങ്ങൾ വീട്ടിൽ സ്തോത്രം ഇപ്പോൾ ഇരിക്കുമ്പോൾ ഒരിക്കൽ കൂടെ വായിച്ചു നോക്കുമ്പോൾ ആ പദം ഇതാ യഹോവയായ കർത്താവ് ബലശാലിയായി വരുന്നു, അവന്റെ ഭുജം അവന് വേണ്ടി ഭരണം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. അതിന്റെ വാക്യം അത് എത്രാമത്തെ? 10-ാമത്തെ വാക്യം. ശരി. 40-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. പ്രൈസ് ദി ലോർഡ്. ഓ യെസ്. ഇതാ യഹോവയായ കർത്താവ് ബലശാലിയായി വരുന്നു, അവന്റെ ഭുജം തന്നെ അവന് വേണ്ടി ഭരണം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ഭരണം നടത്തുന്ന ഭുജം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഭുജങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ യെശയ്യാവ് തന്നെ പറഞ്ഞ ഭുജങ്ങളെ നമ്മൾ ഒന്നും കൂടി ഒന്ന് പഠിച്ചാൽ ഇങ്ങനെ പറയാം. അവതരിച്ച ഭുജം 30-ാം അധ്യായത്തിൽ കണ്ടു, നഗ്നമാക്കപ്പെട്ട ഭുജം 52-ാം അധ്യായത്തിൽ കണ്ടു, രക്ഷ വരുത്തിയ ഭുജം 59-ാമത്തെ വാക്യത്തിൽ കണ്ടു. ഇപ്പോൾ 40-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ ഭരണം നടത്തുന്ന ഭുജം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ ഇനി ഞാൻ അതൊരു വ്യാഖ്യാനം കൂടാതെ നിങ്ങൾ തന്നെ സ്തോത്രം, നിങ്ങൾക്ക് തന്നെ പറയുവാൻ കഴിയും. സ്തോത്രം. ഏതാണ് ഈ അവതരിച്ച ഭുജം? സ്തോത്രം. ഹല്ലേലൂയ. 2000 വർഷങ്ങൾക്ക് മുൻപ് കന്യാസുതനായി ആ കാലിത്തൊഴുത്തിൽ പിറന്നു വീണ അവതരിച്ച ഭുജം മറ്റൊരു ഭുജവുമല്ല. നമുക്കറിയാം. ഹല്ലേലൂയ. ഈ അവതരിച്ച ഭുജത്തിന്റെ പേരാണ് നസ്രയനായ യേശു കർത്താവ്. ഹല്ലേലൂയ. നഗ്നമാക്കപ്പെട്ട ഭുജം ഏതാണ്? സ്തോത്രം. ഗബതിയിൽ നിന്ന് വീണ്ടും എഴുന്നേറ്റു. ഇത് ഗോൽഗോഥായിൽ ചെന്ന് 2 തസ്കരന്മാരുടെ നടുവിൽ 3 ആണികളിൽ മേൽ സ്തോത്രം. ഹല്ലേലൂയ. വിലാപ്പുറത്ത് കുത്തുകൊണ്ടവനായി, ഓ ഹല്ലേലൂയ, അവന്റെ വസ്ത്രത്തെ പകുത്തെടുത്തപ്പോൾ, ഹല്ലേലൂയ, നഗ്നമാക്കപ്പെട്ടവനായി അവൻ ആ ക്രൂശിന്മേൽ കിടന്നപ്പോൾ എല്ലാവരും അവനെ കണ്ടപ്പോൾ മുഖം മറച്ച് കടന്നുപോയി എന്ന് തിരുവചനത്തിൽ കാണുന്നു. പിതാവായ ദൈവം പോലും അവനെ നോക്കാതെ മറഞ്ഞു. സ്തോത്രം. എന്ന് 22-ാം സങ്കീർത്തനത്തിൽ കാണുന്നുവെങ്കിൽ നഗ്നമാക്കപ്പെട്ട
59-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു, രക്ഷ വരുത്തിയ ഭുജം. ഏത് രക്ഷ വരുത്തി? നമുക്കറിയാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പടയാളികൾ കാവൽ നിൽക്കുകയാണ്. കല്ലറയെ കാത്തുകൊണ്ട് ഇമ്പീരിയ മുദ്രയുള്ള കല്ലറയ്ക്ക് മുൻപിൽ കാവൽ നിൽക്കുമ്പോൾ ഇതാ 3-ാം ദിവസം കല്ലറയൊക്കെ പൊട്ടിച്ചുകൊണ്ട് ഹല്ലേലൂയ റോമൻ ഭരണാധികാരികളെ, സാമ്രാജ്യ വക്താക്കളോട് ചോദിച്ചു, മരണമേ നിന്റെ ജയം എവിടെ? മരണമേ നിന്റെ വിഷമുള്ള എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് മരണത്തെ തോൽപ്പിച്ച് തനിക്കോ തന്നെ രക്ഷ വരുത്തിയ ഭുജം മറ്റൊരു ഭുജമല്ല, അത് നമ്മുടെ നാഥന്റെ ഭുജമാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ പറയാം, ആ ഭുജം നമ്മൾ അവസാനം വായിച്ചു. അവൻ ഭരണം നടത്തുവാൻ പോകുകയാണ്. എന്ന് ഭരണം നടത്തോ? അവൻ മേഘോന്നതങ്ങളിൽ സ്വതന്ത്രന്റെ മണവാട്ടി സഭയുമായി ദൂത സഞ്ചയങ്ങളുമായി ഈ ഭൂമിയിലേക്ക് വന്ന് 1000 ആണ്ട് ഈ ഭൂമിയെ ഭരണം നടത്തുവാൻ പോകുന്ന ആ ഭുജം മറ്റൊരു ഭുജമല്ല, ആ യഹോവയുടെ ഭുജം. യഹോവയുടെ ഭുജം ഇന്ന് രാവിലെ നമുക്ക് വേണ്ടി ഉയരുന്ന ഭുജമാണ്. സ്തോത്രം. ഇന്ന് രാവിലെ നാം വീണ്ടും തിരിച്ചറിയുകയാണ്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ യഹോവയുടെ ഭുജത്തെ കുറിച്ച് ഈ രാവിലെ സ്തോത്രം നാം മനസ്സിലാക്കി വരികയാണ്. യഹോവയുടെ ഭുജമെന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് പുത്രനെ കുറിച്ച് തന്നെയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഈ പുത്രൻ എന്ത് ചെയ്തു? സ്തോത്രം. അതാണ് ഞാൻ പറഞ്ഞത്, പഴയ നിയമത്തിൽ പോലും ദൈവപുത്രന്റെ വെളിപ്പാട് ഒളിഞ്ഞും തെളിഞ്ഞും പല സ്തോത്രം ഈ പുസ്തകങ്ങളുടെ താളുകളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്തോത്രം ഇവിടെ വായിച്ച വാക്യം എങ്ങനെയാണ് പറഞ്ഞത്? യഹോവയുടെ ഭുജമേ ഉണരുക, ഉണരുക. സ്തോത്രം. എന്തിനുണരണം? ആ വായിച്ച വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് കണ്ടത്, ശക്തി ധരിക്കണം. എന്തിന്? പൂർവ്വകാലത്തും പണ്ടത്തെ തലമുറകളിലും എന്ന പോലെ ഉണർന്ന് രഹബിനെ വെട്ടി മഹാസർപ്പത്തെ നീയല്ലയോ കുത്തിക്കളഞ്ഞത്. അങ്ങനെയാണെങ്കിൽ സ്തോത്രം, എന്താണ് രഹബ്? അതെപ്പോഴാണ് സംഭവിച്ചത്? ആ പദം കൂടെ ഇന്ന് രാവിലെ നമ്മൾ വിശദീകരിച്ചിട്ട് ഈ ദൂതിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. എന്താണ് രഹബ്? സ്തോത്രം. യോബിന്റെ പുസ്തകം 26-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. സ്തോത്രം. ആ പദം നമുക്കൊന്ന് വായിക്കാം. യോബിന്റെ പുസ്തകം 26-ന്റെ 12-ാമത്തെ വാക്യം. അവൻ തന്റെ ശക്തി കൊണ്ട് സമുദ്രത്തെ ഇളക്കുന്നു, തന്റെ വിവേകം കൊണ്ട് രഹബിനെ തകർക്കുന്നു. Praise the Lord. Hallelujah. അവൻ തന്റെ ശക്തി കൊണ്ട് സമുദ്രത്തെ ഇളക്കുന്നു, തന്റെ വിവേകം കൊണ്ട് രഹബിനെ തകർക്കുന്നു. ഇംഗ്ലീഷ് തർജ്ജമയിലൊക്കെ രഹബ് എന്ന പദം ഏകദേശം 14 പ്രാവശ്യം നമ്മുടെ ബൈബിളിൽ കാണുവാൻ കഴിയുന്നുണ്ട്. യോബിന്റെ പുസ്തകത്തിൽ തന്നെ പല പ്രാവശ്യം നമുക്ക് കാണുവാൻ കഴിയുന്നു. അവിടെയൊക്കെ കാണുന്ന പദം ഇപ്രകാരമാണ്. രഹബ് എന്ന പദം the master of the sea എന്ന പദമാണ്. സമുദ്രത്തിന്റെ അധികാരി എന്നൊരു പദമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ സമുദ്രത്തിന്റെ അധികാരിയായ രഹബ് എന്താണ് ഇവിടെ ചെയ്യുന്നത്? സ്തോത്രം. ഇവിടെ കാണുന്നത് നമുക്കറിയാം. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ സ്തോത്രം, മോശയും ഇസ്രായേൽ മക്കളും കൂടെ ഇപ്പോൾ ചെങ്കടലിന്റെ മുൻപിൽ കടന്നു വന്നിരിക്കുകയാണ്. ആ സംഭവം നമുക്കറിയാം. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 21-ാമത്തെ വാക്യമാണ്. ആ പദം കൂടെ ഒന്ന് വായിച്ചിട്ട് നമുക്ക് അക്ഷരത്തിലേക്ക് പ്രവേശിക്കാം. വായിച്ചാട്ടെ. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം. മോശ കടലിന്മേൽ കൈനീട്ടി. സ്തോത്രം. മോശ കടലിന്മേൽ കൈനീട്ടി. യഹോവ അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റ് കൊണ്ട് കടലിനെ പിൻവാങ്ങിച്ച് ഉണങ്ങിയ നിലമാക്കി. Praise the Lord. നമുക്കറിയാം സന്ദർഭം എന്താണ്? സ്തോത്രം. ഇതാ മോശയും ഇസ്രായേൽ മക്കളും ചെങ്കടലിന് മുൻപിൽ കടന്നു വന്നിരിക്കുകയാണ്. വാഗ്ദത്ത ദേശമായ കനാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് അവർ മുൻപിൽ കൂടി ഇപ്പോൾ ഒരു ചെങ്കടൽ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചെങ്കടൽ മുൻപിൽ ഒഴുകുമ്പോൾ അവർ പുറകിൽ നോക്കുമ്പോൾ ഒരു ഫറവോന്റെ സൈന്യം അവരുടെ പുറകിൽ വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാൻ കഴിയുകയാണ്. ഇതാ സ്തോത്രം. കഴിഞ്ഞ 420 വർഷം അടിമമുഖത്തിൽ മിസ്രൈമ്യ അടിമത്വത്തിന് കീഴിൽ പാർത്ത ജനത്തെ ആരാധനയ്ക്ക് വേണ്ടി വിട്ടുകൊടുക്കാതെ മിസ്രൈമ്യ ആധിപത്യങ്ങൾ അവർക്കെതിരെ വാദിച്ചു നിന്നെങ്കിലും ദൈവം തന്റെ സമയമായപ്പോൾ തന്റെ ജനത്തിന്റെ കഷ്ടത കണ്ട് തന്റെ ജനത്തിന്റെ നിലവിളി കേട്ട് അവരെ വിടുവിപ്പാനായി ഇറങ്ങി വന്ന് ഇപ്പോൾ മോശയിലൂടെ അവരെ ഇപ്പോൾ ചെങ്കടലിന്റെ മുൻപിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. എന്നാൽ മുൻപിൽ സംഭവിക്കുന്ന കാര്യം ഇതാ ചെങ്കടൽ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ചെങ്കടൽ കവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവിടെ സംഭവിച്ച കാര്യം ദൈവം മോശയോട് പറഞ്ഞു, നിന്റെ കൈ നീട്ട്, നിന്റെ കയ്യിലിരിക്കുന്ന വടി നീട്ട്. സ്തോത്രം. മോശ കടലിന്മേൽ തന്റെ വടി നീട്ടി പിടിച്ചിരിക്കുകയാണ്. അവിടെ നമുക്ക് കാണുകയാണ് മോശ
കൈ നീട്ടി പിടിച്ചിരിക്കുമ്പോൾ, തന്റെ വടി നീട്ടി പിടിച്ചിരിക്കുമ്പോൾ എന്താ സംഭവിച്ചതെന്ന് യെശയ്യാപ്രവാചകൻ തന്റെ 63-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ താൻ അവിടെ വ്യാഖ്യാനിക്കുന്നുണ്ട്. ആ വാക്യം വായിച്ചാട്ടെ. എന്താണ് സംഭവിച്ചത്? പ്രൈസ് ദി ലോർഡ്. തന്റെ മഹത്വമുള്ള ഭുജം മോശയുടെ വലം കൈക്കൽ ചെല്ലുമാറാക്കി. പ്രൈസ് ദി ലോർഡ്. തന്റെ മഹത്വമുള്ള ഭുജം മോശയുടെ വലം കൈക്ക് ചെല്ലുമാറാക്കി. അങ്ങനെയാണെങ്കിൽ മോശ സ്തോത്രം വടിയും നീട്ടിപ്പിടിച്ച് ചെങ്കടലിന് മുൻപിൽ നിൽക്കുകയാണ്. എന്നാൽ യഹോവ തന്റെ ഭുജം സ്തോത്രം മോശയുടെ വലം കൈക്ക് ചെല്ലുമാറാക്കി. അങ്ങനെയാണെങ്കിൽ മോശയുടെ ഭുജത്തിന് മീതെ മറ്റൊരു ഭുജം ഇരിക്കുകയാണ്. ആ ഭുജത്തിന്റെ പേരാണ് നമ്മൾ മുമ്പ് വായിച്ചത്. രക്ഷപുരുത്തിയ ഭുജ, അവതരിച്ച ഭുജ, നഗ്നമാക്കപ്പെട്ട ഭുജ, അവതരിച്ച ഭുജ. ആ ഭുജം ഹല്ലേലൂയ മോശയുടെ കരത്തിന് മീതെ ഇരുന്നു. അത് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ആ ഭുജം പുസ്തകം പറയുന്ന ശാപം പറയുന്നു, അത് രഹബിനെ വെട്ടി മഹാസർപ്പത്തെ തകർത്തു കളഞ്ഞ് ചെങ്കടലിൽ ഇതാ ഇസ്രായേലിന് വേണ്ടി ചെങ്കൽപ്പാത ഒരുക്കിയെന്ന്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ ഒരു പ്രവചന ദൂതിൽ ഒരു പ്രവചന ശബ്ദമായി ഈ പകൽ ഞാൻ വിളിച്ചു പറയുക. എന്റെയും നിങ്ങളുടെ ജീവിതത്തിന്റെ വിടുതലുകൾക്കെതിരെ, വാഗ്ദത്തത്തിനെതിരെ, ദൈവ പ്രവർത്തിക്കെതിരെ, ദൈവം വെച്ചിരിക്കുന്ന നിയോഗങ്ങൾക്കെതിരെ എല്ലാ കാലഘട്ടത്തിലും രഹബിന്റെ ശക്തികൾ, മഹാസർപ്പത്തിന്റെ ശക്തികൾ, ചെങ്കടലിന്മേൽ ഒഴുകുന്ന വ്യാപാരങ്ങൾ ആധിപത്യം പുലർത്തി നമ്മുടെ വഴി തടയുവാൻ നിൽക്കുമ്പോൾ, ഇന്ന് രാവിലെ വിശ്വാസത്തോടെ മോശ ദൈവത്തിന്റെ വാക്ക് കേട്ട് ഹല്ലേലൂയ കൈ നീട്ടിയപ്പോൾ അവന്റെ കൈയുടെ മീതെ വ്യാപരിച്ച യഹോവയുടെ ഭുജത്തിന്റെ ശക്തി ഇന്ന് രാവിലെ നമ്മുടെ വിഷയത്തിനുമേൽ ഈ പ്രഭാതത്തിലും വെളിപ്പെടുത്തുവാൻ ദൈവം ശക്തനാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ഇന്ന് രാവിലെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ വിളിച്ചു പറയട്ടെ, സ്തോത്രം. ഞാനിപ്പോ പലപ്പോഴും പലരും പറയാറുണ്ട്, രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഹല്ലേലൂയ സ്തോത്രം പിശാചിന്റെ പോരാട്ടമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. എന്നാൽ ഇന്ന് രാവിലെ ഞാൻ പറയാ, പുസ്തകം പഠിക്കുന്ന ഒരു ദൈവ പൈതലിന് അറിയാം, പൈശാചിക ആധിപത്യങ്ങൾ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിനെതിരെ അവനെ നിത്യതയിൽ എത്തിക്കാതിരിക്കുവാൻ, അവന്റെ വിശ്വാസത്തിന്റെ ഓട്ടം തേക്കാതിരിക്കുവാൻ, അവന്റെ കൃപയിൽ നിന്ന് അവനെ അടർത്തി കളയുവാൻ, അവന്റെ കൃപാവരത്തെ ചോർത്തി കളയുവാൻ, അവന്റെ പ്രാർത്ഥനാനുഭവത്തെ നഷ്ടപ്പെടുത്തി കളയുവാൻ, അവന്റെ ദൈവകൃപ നഷ്ടപ്പെടുത്തി കളയുവാൻ പൈശാചിക മണ്ഡലങ്ങൾ പല മണ്ഡലങ്ങളിലൂടെ എനിക്കും നിങ്ങൾക്കും നേരെ വ്യാപരിക്കുന്നു. അപ്പോൾ ഞാൻ നിങ്ങൾ ചോദിക്കൂ, അതെല്ലാം ആത്മീയമല്ലേ? ഞാൻ നിങ്ങളോട് പറയാം, സ്തോത്രം. ഭൗതികമായി ഒരു ജീവിതത്തിൽ ഒരു പ്രതികൂലം ഉണ്ടാകുമ്പോൾ, വേദന ഉണ്ടാകുമ്പോൾ, അത് സ്വാഭാവികമായിട്ടും അത് ആത്മീയ ജീവിതത്തെ ബാധിക്കും. സ്തോത്രം. ഭൗതികതയിൽ സ്തോത്രം നമുക്കുണ്ടാകുന്ന ഒരു പരാജയം, ഭൗതികമായി നമുക്കുണ്ടാകുന്ന ഒരു വേദന, ഭൗതികമായി നമുക്കുണ്ടാകുന്ന ഒരു മുറിവ്, അത് നമ്മുടെ ആത്മീയ ജീവിതത്തെ ബാധിക്കും, അത് പ്രാർത്ഥനാ ജീവിതത്തെ ബാധിക്കും, അത് നമ്മുടെ രക്ഷയെ ബാധിക്കും, അത് നമ്മുടെ നിത്യതയെ ബാധിക്കും. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ പറയാം, ഭൗതിക, ആത്മീയ, ശാരീരിക വിടുതലുകൾ എല്ലാം ഒരുമിച്ചാണ് ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ദൈവം വെച്ചിരിക്കുന്നത്. എന്നാൽ അതിനെതിരെ ദുഷ്ടവ്യാപാരങ്ങൾ എല്ലാ കാലഘട്ടത്തിലും പോരുകളുമായി ഉണ്ട് എന്ന് രാത്രിയിലും മറക്കരുത്, ഈ രാവിലെ മറക്കരുത്. എന്നാൽ സ്തോത്രം, ഒരു ദൈവ പൈതലേ, ഈ രാവിലെ യെശയ്യാവിനെ പോലെ ഹല്ലേലൂയ പ്രതികൂലങ്ങൾ വരുമ്പോൾ അതിന് സെൻസിറ്റീവായി തിരിച്ചറിഞ്ഞ്, ആത്മതലങ്ങളിൽ നിന്ന് രാവിലെ തിരിച്ചറിഞ്ഞ്, ആത്മാവിൽ അതിനെ വെട്ടി, ആത്മാവിൽ അന്യഭാഷയിൽ അതിനെതിരെ ആത്മാവിൽ വ്യാപരിച്ച്, ആത്മാവിൽ അതിനെ കീഴടക്കി, ദൈവകൃപയിൽ, ആരാധനയിൽ, പ്രാർത്ഥനയിൽ അതിനെ കീഴടക്കി മുന്നേറുന്നുവെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ പറയാ, വാഗ്ദത്ത ദേശം, വാഗ്ദത്ത നമുക്ക് പിടിച്ചെടുക്കുവാൻ കഴിയും. ഹല്ലേലൂയ. ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ വാഗ്ദത്തം അകത്ത് കിടപ്പുണ്ട്. എന്നാൽ സ്തോത്രം, ഇറങ്ങി പുറപ്പെട്ട ദിനം മുതൽ അവരുടെ ജീവിതത്തിൽ പ്രതികൂലമാണ്, വേദനയാണ്, ഇപ്പോൾ ചെങ്കടലാണ്, അവരെ വാഗ്ദത്ത ദേശത്ത് എത്തിക്കുകയെന്ന് പറഞ്ഞ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ പറയാ, ദൈവം വാഗ്ദത്തം തന്നുവെന്നത് സത്യമാണ്, പ്രവാചകൻ തലയിൽ കൈവച്ചു വാഗ്ദത്തം പറഞ്ഞുവെന്നത് സത്യമാണ്. എന്നാൽ ഇന്ന് രാവിലെ കേൾക്കുന്ന ദൈവമില്ലേ, ആ വാഗ്ദത്തം നിന്റെ ജീവിതത്തിൽ നിറവേറ്റാതിരിക്കുവാൻ ദുഷ്ടവ്യാപാരങ്ങൾ നിനക്കെതിരെ വാതുകെട്ടി പോരടിക്കുന്ന മണ്ഡലങ്ങൾ ഉണ്ട്. രഹബിന്റെ വ്യാപാരങ്ങൾ ഈ കാലഘട്ടത്തിൽ അതിന്റെ ശക്തിയോട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഞാൻ
വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. മനസ്സിലാകുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ എന്നോട് കൂടി ഈ വചന ശുശ്രൂഷയുടെ ഭാഗവാക്കുകളായിരിക്കുന്ന ചിലരോട് ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുക, യേശുവിന്റെ നാമത്തിൽ ഈ രാവിലെ പ്രവചനാത്മാവിൽ, ഈ രാവിലെ പറഞ്ഞതുപോലെ ഇന്ന് രാവിലെ പ്രവചനാത്മാവിൽ വിളിച്ചു പറയണം, ഓ അവിടെ ഭുജമേ ഉണരുക, ഉണരുക. ഓ ഈ രാവിലെ യേശുവിന്റെ നാമത്തിൽ ഈ രാവിലെ ദൈവപുത്രൻ പ്രത്യക്ഷമായ പിശാചിന്റെ പ്രവർത്തികളെ അഴിയപ്പെടുവാനിടയായി തീരും. ഇന്ന് രാവിലെ യേശുവിന്റെ പ്രത്യക്ഷത, ദൈവപുത്രന്റെ പ്രത്യക്ഷത നമ്മുടെ ജീവിതത്തിന്റെ മണ്ഡലങ്ങളിൽ ഇന്ന് രാവിലെ വ്യാപരിക്കുന്നുവെങ്കിൽ അന്യായ ബന്ധനങ്ങൾ തകർക്കപ്പെടും, ദുഃഖത്തിന്റെ അമിക്കലുകൾ പൊട്ടു, യേശുവിന്റെ നാമത്തിൽ വിടുതലുകൾ സംഭവിക്കും, ദുഷ്ട വ്യാപാരികൾ ഇന്ന് രാവിലെ താണടിയായി തീരുവാനിടയായി തീരും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഈ ആത്മതലം തിരിച്ചറിയുന്ന ഓ സ്തുതിച്ചിര ദൈവമക്കൾ ഈ ദോഷങ്ങളുടെ വിടുതലിന് വേണ്ടി പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ ആഗ്രഹിക്കുന്നുവെന്ന് ഈ ദൂതിലൂടെ ആത്മാവിന്റെ രാവിലെ ആരോടൊക്കെ ദൂത് വിളിച്ചു പറയുകയാണ്. നിന്റെ നാവിന്മേൽ ദൈവം തന്നിരിക്കുന്ന അധികാരം, നിന്റെ നാവിൽ ദൈവം തന്നിരിക്കുന്ന അന്യഭാഷ സ്തോത്രം, ആരാധന ഇന്ന് രാവിലെ സ്തോത്രം, അത് രണ്ട് പാട്ടുപാടി കൈയടിച്ച് അവസാനിപ്പിക്കാനുള്ളതല്ലോ. നിനക്കെതിരെ, നിന്റെ നന്മയ്ക്കെതിരെ വാദിച്ചു നിൽക്കുന്ന മണ്ഡലങ്ങളെ ആത്മാവിൽ കീഴടക്കുവാൻ, ആത്മാവിൽ അതിനെതിരെ ജയമേറ്റെടുക്കുവാൻ, ആത്മാവിൽ അതിനെതിരെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ഈ ദിവസങ്ങളിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പടിനിമിത്തത്തിൽ ഒരു കഥ പ്രകാരമുണ്ട്. ഓ സ്തോത്രം, ശമരിയർ ഇസ്രായേലിനെതിരെ വരുമ്പോഴൊക്കെ എലീശ എന്ന് പറയുന്ന പ്രവാചകന് അത് തിരിച്ചറിയുവാൻ കഴിയുമായിരുന്നു. സ്തോത്രം, അരാം സൈന്യം സ്തോത്രം ഇസ്രായേലിനെതിരെ എപ്പോഴൊക്കെ പടയ്ക്കെതിരെ എഴുന്നേൽക്കുമ്പോൾ എലീശ അത് തിരിച്ചറിഞ്ഞ് ഓ ഇസ്രായേൽ സൈന്യത്തെ, രാജാവിനെ അത് വിവരം അറിയിക്കുമായിരുന്നു. അങ്ങനെ വിവരം അറിയിച്ചത് കൊണ്ട് ഒരിക്കൽ പോലും അരാം സൈന്യത്തിന് ജയിക്കുവാൻ കഴിഞ്ഞില്ല. എങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ പറയാ, ദൈവം നിന്നെ ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്ന ഒരു പ്രവചന ശബ്ദത്തോടെയ, ഒരു പ്രവചന ദൂതോടെയ, നിന്റെ അകത്തെ അന്തരാത്മാവിൽ, നിന്റെ ആത്മതലത്തിൽ ആത്മാവിന്റെ ചെവി ഇന്ന് രാവിലെ തുറക്കപ്പെടട്ടെ, ആത്മാവിൽ തുറക്കപ്പെടട്ടെ. ഈ ഓൺലൈനിലൂടെ പ്രസംഗം കേൾക്കുമ്പോൾ തന്നെ നിന്റെ അന്തരാത്മാവിൽ പരിശുദ്ധാത്മാവ് പറയുന്ന ദൂത്, അതിന്റെ ശബ്ദം ഇന്ന് രാവിലെ തുറക്കപ്പെടുവാൻ ഈ രാവിലെ നിന്നെ തന്നെ സമർപ്പിക്ക്. ഈ രാവിലെ ഒരു ദൈവപ്രവൃത്തി ഈ രാവിലെ വെളിപ്പെടുത്തുവാൻ ആത്മാവ് ആഗ്രഹിക്കുകയാണ്. ഓ റബ ശബ്ദരാജന ലൗദരാജന ഹംദരാജന ഓ റബൗരിയം പോറബൗദി. ഹല്ലേലൂയ. പല മണ്ഡലങ്ങളിലും ഇന്നലകളിൽ എന്തുകൊണ്ട് പരാജയപ്പെട്ടുവെന്ന് പലപ്പോഴും നെടുവേർപ്പെട്ടിട്ടുണ്ട്. അതിന്ന് രാവിലെ ആത്മാവ് വിളിച്ചു പറയുക, പലപ്പോഴും രഹബിന്റെ ശക്തികൾ നിന്റെ വാഗ്ദത്തത്തിനെതിരെ അത് തടസ്സം നിന്ന മണ്ഡലങ്ങളാ. എന്നാൽ ഇന്ന് രാവിലെ യേശുവിന്റെ നാമത്തിൽ സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, ഓടി ആത്മാവിനാൽ ഇന്ന് രാവിലെ ആത്മാവിൽ സടക്കൊടുങ്ങ് ആരൊക്കെ എഴുന്നേൽക്കുന്നു അവരുടെ ജീവിതത്തിൽ മേൽ ദൈവത്തിന്റെ പ്രവൃത്തിയുടെ കല ഈ 2020 അവസാന നാളുകളിൽ പരിശുദ്ധാത്മാവ് വീണ്ടും വെളിപ്പെടുത്തുവാൻ പോകുന്നു. ഓ റബ ഹംദുരി ബബ. യേശുവിന്റെ നാമത്തിൽ നിന്റെ തലമുറയോട് വാദിച്ചു നിൽക്കുന്ന മണ്ഡലങ്ങൾ, നിന്റെ ശുശ്രൂഷയോട് വാദിച്ചു നിൽക്കുന്ന മണ്ഡലങ്ങൾ, ഓ റബ ഹംദരാജന യേശുവിന്റെ നാമത്തിൽ നിന്റെ ആത്മീയ ജീവിതത്തിനെതിരെ നിൽക്കുന്ന മണ്ഡലങ്ങൾ, നിന്റെ കുടുംബ ജീവിതത്തിനെതിരെ നിൽക്കുന്ന മണ്ഡലങ്ങൾ ഇന്ന് രാവിലെ ആ മണ്ഡലങ്ങളെ നോക്കി ആത്മാവിൽ പ്രവചിച്ചു പറയാ, യഹോവയുടെ ഭുജമേ ഈ രാവിലെ ഉണരുക, 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 ഉണരുക. റബ ശബ്ദനാമ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഈ രാവിലെ ഉണർത്തപ്പെടുന്നവന് വേണ്ടി യഹോവയുടെ ഭുജം ഇന്ന് രാവിലെ ഉണരുന്ന ദിവസമാണ്. ഞാൻ ഇവിടെ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏത് പ്രതികൂല ശക്തികൾ, ഏത് രഹബിന്റെ വ്യാപാരികൾ, ഏത് മഹാസർപ്പങ്ങൾ നമുക്കെതിരെ വ്യാപരിച്ചു നിന്നാലും അന്ത്യവിജയം ഒരു ദൈവ പൈതലിനുള്ളതാണ്. അതുകൊണ്ട് പറഞ്ഞ് ഞാൻ ഇന്ന് രാവിലെ അവസാനിപ്പിക്കുക, അന്തിമ വിജയം നമുക്കുള്ളതാണ്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ദൈവം നമുക്ക് അധികാരം തന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാവിലെ പ്രാർത്ഥനാ മുറിയിൽ ഓ മുട്ടുമടക്കുന്ന ദൈവോയിതലേ, ആത്മാവിൽ ആരാധിക്കുന്ന ദൈവോയിതലേ, ദൈവസന്നിധിയിൽ ഓ ഇന്ന് രാവിലെ നിലവിളിക്കുന്ന ദൈവോയിതലേ, നിന്റെ മുട്ടിന്മേൽ ദൈവത്തിന്റെ വിടുതൽ ഇന്ന് രാവിലെ വ്യാപരിക്കുക. നീ മുട്ടിന്മേൽ നിൽക്കുമ്പോൾ നിന്റെ
കരം ഉയർന്നു നിൽക്കുമ്പോൾ അമാലിക ശക്തികളിൽ നിന്ന് നിനക്ക് ഇന്ന് രാവിലെ ജയമുണ്ടാകുക. ഈ രാവിലെ നിന്റെ പ്രാർത്ഥന ഉയരങ്ങളിലേക്ക് ഉയരുമ്പോൾ അത് സൗരഭ്യവാസനയായി സ്വർഗ മണ്ഡലങ്ങളെ കീഴടക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ അത് വിടുതലായി സംഭവിക്കും. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. സ്വർഗീയ പിതാവേ, ഈ നല്ല നിമിഷങ്ങളെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങനെ തിരുസന്നിധിയിൽ ഇരുന്നപ്പോൾ ആത്മാവ് ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്ന ഞങ്ങളുടെ വചനത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. യഹോവയുടെ ഭുജമേ ഉണരുക, ഉണരുക, ശക്തി ധരിക്കുക. പൂർവ്വകാലത്തുള്ളതുപോലെ ഹല്ലേലൂയ, മഹാസർപ്പത്തെ വെട്ടിക്കളഞ്ഞതുപോലെ, രഹബിന്റെ ശക്തികളെ തകർത്തതുപോലെ പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ ഇന്നായിരിക്കുന്ന മണ്ഡലങ്ങളെ, ഞങ്ങളുടെ ജീവിതത്തിന്റെ ശുശ്രൂഷ മണ്ഡലങ്ങളെ, ഞങ്ങളുടെ ഭാവി മണ്ഡലങ്ങളെ ദൈവം ഞങ്ങളുടെ മേൽ വെച്ചിരിക്കുന്ന ദൈവിക നിയോഗങ്ങൾക്ക് എതിരായൊക്കെ വ്യാപരിക്കുന്ന മണ്ഡലങ്ങളെ ഇന്ന് രാവിലെ സ്തോത്രം ആ രഹബിന്റെ ശക്തികൾ കീഴ്പ്പെടുത്തുവാൻ ശ്രമിക്കുമ്പോൾ ഈ രാവിലെ ആത്മാവിൽ മോശം നിന്നതുപോലെ ദൈവസന്നിധിയിൽ ആത്മാവിൽ നിൽക്കുമ്പോൾ ആത്മാവ് ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണം. വലിയ വിടുതലുകൾ ഇന്ന് രാവിലെ ദൈവസഭയ്ക്ക് പരിശുദ്ധാത്മാവ് കൽപ്പിച്ചിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ ഒരിക്കൽ കൂടെ സ്തോത്രം ചെയ്യുന്നു. ഈ ദൂതുകൾ ഞങ്ങൾക്കത് വിടുതലായി സൗഖ്യമാക്കി ഈ രാവിലെ തീർത്തതിനായി സ്തോത്രം. സകല മഹത്വവും മാനവും ബഹുമാനവും സകല പുകഴ്ചയും യേശുവിനെ മാത്രം ഞങ്ങൾ ഇന്ന് രാവിലെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു, പിതാവേ, കേൾക്കുമാറാകണമേ. ആമേൻ.
ചെയ്യാം. രഹബിന്റെ ശക്തികളെ വെട്ടി മഹാസർപ്പത്തിന്റെ ശക്തികളെ തകർത്ത് കളഞ്ഞ് ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തിക്കായി ദൈവം നമ്മെ വീണ്ടും എഴുന്നേൽപ്പിക്കുന്ന വിശ്വസ്തതകളെ ഓർത്ത് ഈ നാളിൽ നമുക്ക് വീണ്ടും സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ കർത്താവിന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം പ്രാർത്ഥിച്ച വിഷയങ്ങളിൽ നാം കേട്ട ദൈവജന ചിന്തകളിൽ ഇന്നു മുതൽ കർത്താവിന്റെ രണ്ടാമത്തെ വരവ് എന്നേക്കും ഉണ്ടാകുമാറാകട്ടെ. യേശുവിൽ രാവിലെ ജയം തന്ന ദൈവത്തിന് ഒരിക്കൽ കൂടി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ യേശുവേ വേഗം വരണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.